ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വേറെ ആരുമല്ല, ഇന്നത്തെ താരം ഞണ്ട്. അപ്പം ഞാൻ നല്ലതായിട്ട് ഞണ്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഞണ്ടിനെ വേവിച്ചിട്ട് വരാം. അങ്ങനെ നമ്മളെ ഞണ്ട് കുട്ടന്മാർ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി. ഇനി നമുക്ക് വരാം, ഒന്ന് പൊളിച്ച് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളെ ഞണ്ട് കുട്ടന്മാരെ കൂടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആവശ്യമുള്ളത് തേങ്ങ, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. എന്നിട്ട് നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തെടുക്കാം. മൺചട്ടിയിൽ വേണം വെക്കാൻ. നമ്മൾ നേരത്തെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചില്ലേ, അതിന് നമ്മൾ ഈ കടുക് പൊട്ടിച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് ഇളക്കി കൊടുക്കണം. പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കണം. ഈ സവാള നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മൾ ഇളക്കി തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലേക്ക് തേങ്ങയും ഉള്ളിയും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കുക. ഇതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ചുപ്പിട്ടാൽ മതി. ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. ഇതിലേക്ക് നമ്മളെ ഞണ്ട് കുട്ടന്മാരെ അങ്ങ് ഇട്ട് കൊടുക്കണം. വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഞണ്ടുകൂട്ടന്മാരും എല്ലാ കൂട്ടും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മളെ ഞണ്ടുകൂട്ടന്മാരിങ്ങനെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. ഞണ്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്യണം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.